ഒരു മനുഷ്യൻ്റെ ഒരു ദിവസത്തെ ജീവിതം ഇന്നലെ അടുത്ത് നിന്ന് കണ്ടു, ഞാൻ അടുത്തറിഞ്ഞു. സത്യത്തിൽ ഒരു മനുഷ്യൻ ഒരു പ്രസ്ഥാനത്തോടൊപ്പം, പ്രസ്ഥാനത്തിന് വേണ്ടി അല്ലെങ്കിൽ അതിൻ്റെ ചുമതലകളുമായിരുന്ന് വലിയ പദവിയാണെന്ന് എല്ലാവരും ചിന്തിക്കുമ്പോഴും മുൾക്കിരീടങ്ങളുടെ, വേദനകളുടെ, കടുത്ത സംഘാടനത്തിൻ്റെ, ഊണുമുറക്കവുമില്ലാത്ത പകലുകളുടെ, ക്ഷീണിക്കാൻ കഴിയാത്ത മാനസികാവസ്ഥയിൽ ഓടുന്നൊരു ദേശീയ നേതാവിനെ കണ്ടു. അത് മറ്റാരുമല്ല, KC വേണുഗോപാൽ എന്ന് പറയുന്ന മനുഷ്യനെ. ഇന്നലെ രാത്രി 10 മണിക്ക് ഇലക്ഷൻ കമ്മീഷൻ്റെ മുന്നിൽ റോഡിൽ കുത്തിയിരിക്കുകയും അപ്പോഴും മീഡിയകളോട് സംസാരിക്കുകയും അവിടെ നിന്ന് ഉറക്കെ ഉറക്കെ പറയുകയും ചെയ്യുന്ന ആ മനുഷ്യൻ്റെ ആ ദൃശ്യങ്ങൾ മാത്രമാണ് ഇന്നലെ എല്ലാവരും കണ്ടതെങ്കിലും ഞാൻ മിനിസ്ട്രി ഓഫ് ഇൻഫർമേഷൻ ആൻഡ് ബ്രോഡ്കാസ്റ്റിംഗിൽ ഒരു ആവശ്യവുമായി ഡൽഹിയിൽ പോയിരുന്നു. അവിടെ ചെന്നപ്പോൾ സ്വാഭാവികമായി ഉണ്ടെങ്കിലൊന്ന് കാണാം എന്ന് മാത്രമല്ല, പുതിയ AICC ഓഫീസൊന്നും ഞാൻ കണ്ടിട്ടുമില്ല. അദ്ദേഹത്തെ ബന്ധപ്പെടുന്നു. അപ്പോൾ രാവിലെ AICC ഓഫീസിൽ ഇന്ദിരാഭവനിൽ വരാൻ പറയുന്നു. ഞാൻ വരാം എന്ന് പറഞ്ഞ് കിടന്നുറങ്ങുന്നു. അപ്പോഴേതാണ്ട് സമയം മണി 11 പിറ്റേ ദിവസം രാവിലെ ഞാൻ വിളിക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ മെസ്സേജ് ഞാൻ ബാംഗ്ലൂരിലാണ് എന്നാണ്. എനിക്ക് ആദ്യം കേട്ടപ്പോൾ ഒരു ദേഷ്യമൊക്കെ തോന്നി. പക്ഷേ സംഗതി എന്താ, സൂരജ് ഹെഗ്ഡെ എന്ന് പറയുന്ന ഒരു AICC സെക്രട്ടറി മരണപ്പെടുന്നു. രാത്രി 12 മണിക്കോ മറ്റോ രാഹുൽജി പിറ്റേ ദിവസം വെളുപ്പിനെ പോകണം എന്നാവശ്യപ്പെടുന്നു. അങ്ങനെ പാതിരാത്രിയിൽ ടിക്കറ്റ് സംഘടിപ്പിച്ച് പുലരുന്നതിന് മുമ്പ് ബാംഗ്ലൂരിലേക്ക് പോവുകയാണ്. ഈ ബാംഗ്ലൂരിൽ പോയി ആ ചടങ്ങിൽ പങ്കെടുത്തിട്ട് 3 മണി 3:30 ആകുമ്പോഴേക്കും തിരിച്ചെത്തിയാൽ ഉടൻ തന്നെ രാജ്യത്തെ ഇലക്ഷനുകൾ നടക്കാൻ പോകുന്ന ചില സംസ്ഥാനങ്ങളിലെ AICC സെക്രട്ടറിമാരുമായി മീറ്റിംഗാണ്. അത് മണിക്കൂറുകൾ നീളുന്ന മീറ്റിംഗ്. അത് കഴിഞ്ഞ് കാണാമെന്ന് അദ്ദേഹത്തിൻ്റെ പേഴ്സണൽ സ്റ്റാഫിൽപ്പെട്ടവർ പറയുകയും എന്നോട്ട് അങ്ങോട്ട് ചെല്ലാൻ വേണ്ടി അദ്ദേഹം ആവശ്യപ്പെട്ടു എന്ന് പറയുന്നത് കേട്ട് ഞാനൊരു വാഹനമെടുത്ത് പോകുമ്പോൾ ആ പോകുന്ന വഴിയിൽ വണ്ടി പല സ്ഥലത്തും ചുറ്റിച്ച് കളഞ്ഞു ഡ്രൈവർ. അപ്പം ഞാൻ വിചാരിച്ചു അദ്ദേഹം പോയിട്ടുണ്ടാവും ഓഫീസിൽ നിന്ന്, അതിരാവിലെ പോയതല്ലേ, അപ്പോൾ ഒരു 6 മണിയൊക്കെ ആകുമ്പോൾ ഇറങ്ങുമോ എന്ന് ഭയന്ന് അവിടെ ചെല്ലുമ്പോൾ ആ AICC ഓഫീസിൽ ഒരു 200-ലധികം ആളുകളുണ്ടാവും. ഈ എല്ലാ ആളുകളും നിൽക്കുന്നത് സംഘടനാ ചുമതലയുള്ള ജനറൽ സെക്രട്ടറി KC വേണുഗോപാലിനെ കാണാനാണ്. മറ്റു മുറികളിലൊന്നും ആളില്ല. അവിടെ റിസപ്ഷനിൽ നമ്മൾ ഈ പെയ്ഡ് സർവീസായിട്ട് ഏതോ കമ്പനികൾക്കും ഈ ഗ്രൂപ്പുകൾക്കൊക്കെ കൊടുത്ത് ഇരുത്തിയിരിക്കുന്ന റിസപ്ഷനിസ്റ്റുകളാണ്. ഞാനപ്പോൾ എൻ്റെ ഒരു സുഹൃത്തിനോട് അവിടെ വെച്ച് പറയുമായിരുന്നു, ഇത് ഭരണമുള്ള കോൺഗ്രസിൻ്റെ കാലമായിരുന്നെങ്കിൽ എന്താകുമായിരുന്നു ആ കോംപ്ലക്സിൻ്റെ ഒരു സ്ഥിതി. എല്ലാ മുറികളിലും ആളും അനക്കവും ഒച്ചയും ബഹളവും ഒക്കെ ആണെങ്കിൽ ഇപ്പോൾ 15 വർഷം കൊണ്ട് ഭരണമില്ലാതായപ്പോഴേക്കും ഈ വേദികളൊക്കെ നിറഞ്ഞ് കൈയടക്കി നിന്നിരുന്ന കേരളത്തിൽ തന്നെ എത്രയോ പേർ, KV തോമസ്, PC ചാക്കോ അടക്കമുള്ള ആരെല്ലാം, ആൻ്റണിയുടെ മകൻ ഒക്കെ അടക്കമുള്ളവർ ഒക്കെ ഒരുപാട് പേർ വിട്ടുപോയില്ലേ. ഈ പ്രതിസന്ധിയുടെ ഘട്ടത്തിൽ, ഈ പ്രയാസങ്ങളുടെ ഘട്ടത്തിൽ, ആ സന്ദർഭത്തിലാണ് KC വേണുഗോപാൽ എന്ന ആൾ അവിടെ അത്രമേൽ ആളുകളുടെ നടുവിൽ നിന്ന് പണിയെടുക്കുന്നത്. ഞാനവിടെ ഇരുന്നു. കുറേ ആളുകൾ പോയി കഴിഞ്ഞപ്പോൾ എനിക്കൊരു കൗതുകത്തിന് മൊബൈലിലൊന്ന് പകർത്തിയാലോ എന്ന് വിചാരിച്ച് ആ ദൃശ്യങ്ങൾ പകർത്തി. ഓരോരുത്തർ മുറിയിലേക്ക് ചെല്ലുന്നതും അദ്ദേഹത്തിനെ തൊട്ട് വണങ്ങാൻ ശ്രമിക്കുന്നതും അദ്ദേഹം അത് അനുവദിക്കാതിരിക്കുന്നതും അവരോട് നിന്നുകൊണ്ട് സംസാരിക്കുന്നതും ഒക്കെ നോക്കി നിന്നു. എന്നിട്ട് അത് തീർന്നിട്ട് കയറാമെന്ന് കരുതിയപ്പോൾ ഞാൻ വിചാരിച്ചു പിന്നെ എനിക്ക് കാണാൻ കഴിയില്ല എന്നുള്ളതുകൊണ്ട് ഞാൻ പിന്നെ കയറി ചെന്നു. പുറത്തേക്കിറങ്ങിയ അദ്ദേഹം വീണ്ടും അകത്തിരുന്ന് കുറേ നേരം സംസാരിച്ചിട്ട് എന്നോട് പറഞ്ഞു, ഇനി ഞാനങ്ങ് പോവുകയാണ്. അപ്പം ഞാൻ ചോദിച്ചു, വീട്ടിലേക്കല്ലേ? കാരണം ഞാൻ ചെന്ന കാര്യം സംസാരിച്ച് പൂർത്തിയാക്കിയില്ല. പറഞ്ഞു, വീട്ടിലേക്കല്ല, ഇലക്ഷൻ കമ്മീഷൻ ഓഫീസിലേക്കാണ്, മധ്യപ്രദേശ് ഇലക്ഷനുമായിട്ട്. അപ്പം ഞാൻ മധ്യപ്രദേശിനെ കുറിച്ചൊന്നും അറിഞ്ഞില്ല. അതുമായി ബന്ധപ്പെട്ട് ഇലക്ഷൻ കമ്മീഷനിലൊന്ന് കാണാൻ പോവുകയാണ് എന്ന് പറഞ്ഞ് പോയപ്പോൾ ഞാൻ വിചാരിച്ചു അവിടുന്ന് ഇറങ്ങുന്ന വഴിയിൽ വീണ്ടും കാണാം എന്ന് കരുതി അതിൻ്റെ മുന്നിൽ ചെല്ലുമ്പോൾ കാണുന്നത് അവിടെ അതിൻ്റെ മുമ്പിൽ കുത്തിയിരിക്കുന്നൊരു മനുഷ്യനാണ്. ഏതാണ്ട് 11, 11:30, 12 മണി വരെ, ഏതാണ്ട് പാതിരാത്രി മുതൽ ചിലപ്പോൾ ഒരു 3 മണിക്കൂർ 4 മണിക്കൂറിൽ കൂടുതൽ ഇദ്ദേഹം ഉറങ്ങുന്നുണ്ടാവില്ല. ഇതുപോലെ പണിയെടുക്കുകയാണ്. അതുപോലെ പണിയെടുക്കുന്ന ഒരു മനുഷ്യനെയാണ് പലപ്പോഴും ചിലപ്പോഴുമൊക്കെ പലരും പോസ്റ്റുകളിലൂടെ ആക്ഷേപിക്കുന്നതും പറയുന്നതുമൊക്കെ. സ്വന്തം പാർട്ടിക്കാർ, മറ്റുള്ളവർ പറയുന്നതിന് കുഴപ്പമില്ല. പക്ഷേ ഞാൻ സത്യത്തിൽ മനസ്സുകൊണ്ട് ഓർത്തു, ഒരു മനുഷ്യന് ഇത്രയൊക്കെ സാധ്യമാവുമോ? ഈ ഇരിക്കുന്നതിനിടയിൽ പലതവണ രാഹുൽ ഗാന്ധി മുകളിലോ മറ്റോ കോൺഫറൻസ് ഹാളിലുണ്ട്, അങ്ങോട്ട് വിളിക്കുമ്പോൾ അദ്ദേഹം പോകുന്നുണ്ട്, തിരിച്ചു വരുന്നുണ്ട്. ഇതിൻ്റെ ഇടയിലാണ്
ഇതെല്ലാം നടത്തിക്കൊണ്ടു പോകുന്നത്. അതെ, ദേശീയ രാഷ്ട്രീയത്തിൽ അദ്ദേഹത്തിനെ പോലെ ഒരാളിൻ്റെ കഠിനാധ്വാനം, അത് ഈ അധികാരമില്ലാത്ത സമയത്ത്, ഞാൻ ആവർത്തിച്ച് പറയുന്നതാണ്, അതുള്ള സമയത്ത് ഒരുപാട് പ്രമാണിമാരുണ്ടായിരുന്നു. തലങ്ങണിയൊക്കെ കാലിൻ്റെ ഇടയിലും കയ്യുടെ ഇടയിലുമൊക്കെ വെച്ച് ചാരിയിരുന്ന് മീറ്റിംഗ് നടത്തുന്ന പഴയ AICC സമ്മേളനവും പ്രവർത്തക സമിതിയൊക്കെ ഓർമ്മ കാണുമല്ലോ. ഇപ്പോൾ അതല്ലല്ലോ സ്ഥിതി. ഇപ്പം മുഴുവൻ സ്കാൻ ചെയ്യുന്ന, മുഴുവൻ പരിശോധിക്കപ്പെടുന്ന, എവിടെയും നീതി കിട്ടാത്ത, ഈ പാർട്ടി എന്ന പേരിൽ ഒരു സ്ഥലത്തും അംഗീകാരം കിട്ടാത്ത ഏറ്റവും പ്രതികൂലമായ സാഹചര്യത്തിലാണ് ആ മനുഷ്യൻ അത്രയും കഷ്ടപ്പെടുന്നത്. അത് കണ്ടപ്പോൾ അത് പറയണമെന്ന് വിചാരിച്ചു, അതുകൊണ്ട് പറഞ്ഞതാണ്.